ചില ചെസ് പൊസിഷൻസ് അങ്ങനെയാണ്, കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷെ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ വൈറ്റ് മൂവ് ആൻഡ് വിൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ഒബ്വിയസ് ആയിട്ടുള്ള മൂവ്സ് ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കാം, ഈ റൂക്ക് വെച്ച് ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കാം, അതും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന റൂക്ക് വെച്ചിട്ട് ഒരു ചെക്ക് കൊടുക്കാം. രണ്ടും കണ്ട ഒരേപോലെ ഇരിക്കും, പക്ഷെ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനിയിപ്പോ ഈ ഒരു റൂക്ക് വെച്ചിട്ട് ചെക്ക് കൊടുത്താലോ, ഇങ്ങനെ ഒരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിങ് ഇവിടേക്ക് പോവും. ഇനിയിപ്പോ ഈ റൂക്ക് ഈ ഒരു ഫയൽ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടേക്ക് വന്നൊരു ചെക്ക് കൊടുത്തു. കിങ് കയറുന്നു, ചെക്ക്, കിങ് ഇവിടേക്ക് വരുന്നു, ഒരു ചെക്ക്, കിങ് കറക്റ്റ് ഇവിടെ വരികയാണ്. ഈ ഒരു C8 സ്ക്വയർ കൺട്രോൾ ചെയ്യുകയാണ്. ഇനിയിപ്പോ ഈ റൂക്ക് ഇവിടേക്ക് മാറി ഇങ്ങനെയൊക്കെ ചെക്ക്മേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്കിന് കറക്റ്റ് സമയം കിട്ടുവാണ് കുറച്ച് ചെക്കുകൾ നൽകാൻ. ഇവിടെ ചെക്ക് കൊടുക്കും, കിങ് മാറിക്കഴിഞ്ഞാൽ ചെക്കുകളുടെ ഒരു പെരുമഴ തന്നെയാണ്. ചെക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന എങ്ങോട്ട് പോയാലും ചെക്കൊക്കെ തന്നെയായിരിക്കും. ഒരുപക്ഷെ ഇവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെക്കൊക്കെ തന്ന് ബ്ലാക്ക് കളിയിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പൊ അത്ര എളുപ്പമല്ല ഇവിടെ. അപ്പൊ നമുക്ക് തിരികെ പോയാലോ, ആദ്യത്തെ പൊസിഷൻ. അപ്പൊ ഇങ്ങനെ ചെക്ക് കൊടുത്ത് ഈ റൂക്ക് വെച്ചിട്ടുള്ള ചെക്ക് നമ്മൾ ആദ്യം കണ്ടു. ഇനിയിപ്പോ മറ്റേ റൂക്ക് ഉപയോഗിച്ച് ചെക്ക് കൊടുത്താൽ എന്താണ് വ്യത്യാസം? രണ്ടും കണ്ട ഒരുപോലെ തന്നെയില്ലേ? ഈ റൂക്ക് വെച്ച് ഞാൻ ചെക്ക് കൊടുക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ബ്ലാക്ക് കിങ് കളിക്കും, ഇവിടേക്ക് മാറും. ഈ റൂക്ക് വെച്ച് ചെക്ക്, കിങ് ഇങ്ങോട്ട് വരുന്നു, ചെക്ക്, കയറുന്നു, ചെക്ക്, കിങ് ഇവിടേക്ക് വന്ന് റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. ഇവിടെയും റൂക്കിനെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, കാരണം എന്താണ്, കിങ് വെച്ചിട്ട് ഈ റൂക്കിനെ ജസ്റ്റ് വെട്ടിയെടുക്കും. അപ്പൊ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? പക്ഷേ ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ട്രിക്കി മൂവ് ഉണ്ട്. വൈറ്റിന് കളിക്കാം, റൂക്കിനെ H7 കളിക്കുന്നു. നോക്കുമ്പോ ഈ റൂക്കിനെ വെറുതെ വെച്ചു കൊടുത്തേക്കുമെന്ന് തോന്നും. ഇപ്പൊ ഒരുപക്ഷെ ഈ റൂക്കിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് നൽകും, കിങ് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെക്കില് ഈ ഒരു ക്വീനെ നേടി വൈറ്റ് എളുപ്പത്തിൽ ജയിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോ വെറുതെ ചാടി കയറി ആ ഒരു ഫ്രീ ആയിട്ടുള്ള റൂക്കിനെ വെട്ടാൻ പറ്റില്ല. ഇനി അത് മാത്രമല്ല, വൈറ്റ് ഇവിടെ ചെക്ക്മേറ്റും ത്രട്ടൻ ചെയ്യാണ്. അപ്പൊ കാര്യം കുറച്ച് പ്രശ്നമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആ ഒരു ചെക്ക്മേറ്റ് തടുക്കാൻ വേണ്ടി ക്വീൻ ഇവിടേക്ക് വന്നു. ഇപ്പൊ ആ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യണേ? വൈറ്റിന്റെ കളി തീർന്നോ? വൈറ്റിന് എന്തെങ്കിലും കളിക്കാൻ പറ്റുമോ? വൈറ്റ് ഇവിടെ ബ്ലാക്കിനെ സർപ്രൈസ് ചെയ്തുകൊണ്ട് കളിക്കുന്നത് ഇങ്ങനെ ഒരു ചെക്ക്. അപ്പോ ഈ ഒരു ചെക്ക് കണ്ടു കഴിഞ്ഞാൽ ചെക്ക്മേറ്റ് ആയിട്ട് തോന്നാം, പക്ഷെ ഈ ഒരു ക്വീൻ ഇവിടെ ഉള്ളത് കൊണ്ട് റൂക്കിനെ ഒന്ന് വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ വേറെ ഒരു നിവർത്തിയില്ല, ക്വീൻ വെച്ച് റൂക്ക് വെച്ചാൽ എടുക്കുക എന്നുള്ളതാണ് ആകെയുള്ള ഐഡിയ. വെട്ടിയെടുത്തു. ഇനി കാണാവോ നിങ്ങൾക്ക്? ദാ ഇങ്ങനെ ഒരു ചെക്കില് ക്വീനെ കിട്ടുന്നതാണ്, വൈറ്റ് വീണ്ടും ജയിക്കുന്നതാണ്. എങ്ങനെയുണ്ട് ഈ ഒരു പസില്, എങ്ങനെയുണ്ട് ഈ പാറ്റേൺ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.